നമസ്കാരം. IWCampusലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SD WANനെ പറ്റിയാണ്. അന്നേരം SD WANനെ പറ്റി പറയുമ്പം അതിന് കുറച്ച് ബാക്ക്ഗ്രൗണ്ടും കൂടെ പറഞ്ഞാലേ കൃത്യമായിട്ട് SD WAN എന്താണെന്നുള്ള കാര്യം മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ട്രഡീഷണൽ നെറ്റ്വർക്ക് എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന ഒരു നെറ്റ്വർക്ക്. HD WAN ഇല്ലാത്ത ഒരു നെറ്റ്വർക്കാണ് കേട്ടോ. അപ്പം ഇവിടെ നമ്മൾ ഒരു HQ ഉണ്ടായിരിക്കും. ഈ ഒരു HQവിൽ കണക്ട് ചെയ്യുന്ന പല പല ബ്രാഞ്ചുകൾ ഉണ്ടായിരിക്കും. ഇപ്പം ബ്രാഞ്ച് 1, ബ്രാഞ്ച് 2 അങ്ങനെ നമുക്ക് ഒത്തിരി ബ്രാഞ്ചുകൾ ഉണ്ടായിരിക്കും. അപ്പം ഈ HQ ആയിട്ട് ഇവരെല്ലാവരും കണക്റ്റഡ് ആയിരിക്കും. ജനറലി ഈ ഒരു കണക്ഷൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു ലീസ്ഡ് ലൈൻ ആയിരിക്കും. അതല്ലെങ്കിൽ VPN വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. അതുമല്ലെങ്കിൽ MPLS വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് അത്യാവശ്യം കാശൊക്കെയുള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയ ബ്രാഞ്ചുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ MPLS എന്ന് പറഞ്ഞൊരു ടെക്നോളജി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇതൊരു WAN ടെക്നോളജിയാണ്. ഇത് ISP ആണ് MPLS കൊടുക്കുന്നത്. അവർക്ക് മൾട്ടിപ്പിൾ MPLS ക്ലൗഡുകൾ ഉണ്ടായിരിക്കും. അവരതിൻ്റെ അകത്ത് നമുക്കൊരു ആക്സസ് ആണ് തരുന്നത്. അപ്പോൾ ഈ MPLS വഴി ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ ഒക്കത്തില്ല. ഇങ്ങനെയുള്ള ഇൻ്റർ കണക്ടിവിറ്റി ഒക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ടെക്നോളജികൾക്ക് ഉപയോഗിച്ചിട്ട് പണ്ടൊക്കെ ആയിരുന്നെ ഫ്രെയിം റിലേ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. ഓക്കെ. അപ്പം ഇതുപോലുള്ള ടെക്നോളജികളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഹെഡ് ക്വാർട്ടേഴ്സും ബ്രാഞ്ചും കണക്ട് ചെയ്യും. എന്തിനാണ് ഈ കണക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മെയിൽ സെർവർ ഉണ്ടായിരിക്കും. അതുപോലെ CRM ഉണ്ടായിരിക്കും. പേറോള്, അതുപോലെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ഇങ്ങനെയുള്ള കുറേ സെർവേഴ്സൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും. അപ്പം ഇതൊക്കെ ആക്സസ് ചെയ്യണമല്ലോ. ഇത് കൂടാതെ തന്നെ ഇവിടെ ആക്റ്റീവ് ഡയറക്ടറി ഉണ്ടായിരിക്കും. അപ്പം ഇവിടെ ബ്രാഞ്ചിലുള്ള ആൾക്കാർക്കൊക്കെ ഈ ആക്റ്റീവ് ഡയറക്ടറി ആക്സസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പം ബ്രാഞ്ചിൽ തന്നെ അവരുടെ തന്നെ ഒരു സബ് ഡൊമെയിൻ ഉണ്ടായിരിക്കും. ഇവിടെ ഒരു ആക്റ്റീവ് ഡയറക്ടറി ഉണ്ടായിരിക്കും. ഇവിടെ ഒരു ആക്റ്റീവ് ഡയറക്ടറി ഉണ്ടായിരിക്കും ബ്രാഞ്ച് ലെവലിൽ. അതുപോലെ ഇവിടെ മെയിൻ ഡൊമെയിൻ കൺട്രോളർ ഇവിടെയായിരിക്കും. സോ അങ്ങനെ പല രീതിയിലുള്ള സെറ്റപ്പുകളായിരിക്കും ജനറലി നമ്മൾ കാണാറുള്ളത്. അപ്പോൾ ഇവിടെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തേക്കുന്ന ഈ പറയുന്ന ഈ ഒരു ലിങ്കുകളിലാണ്. അല്ലെങ്കിൽ ഇത് ഏത് ടെക്നോളജി വെച്ചിട്ടാണോ ഈ ഒരു WAN ലിങ്കിലാണ് കംപ്ലീറ്റ്ലി ഈ ഒരു കണക്ടിവിറ്റി ഉള്ളത്. അന്നേരം നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കിയാൽ മിക്കവാറുള്ള കമ്പനികളൊക്കെ ക്ലൗഡിലോട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. കുറേ കമ്പനികൾ മാറി, കുറേ കമ്പനികൾ മാറാനുണ്ട്. കുറച്ച് പേര് മാറിക്കൊണ്ടേയിരിക്കുന്നു. സോ അങ്ങനെയുള്ളൊരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അന്നേരം ഈ ഒരു SD WAN എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ലൗഡിലോട്ടുള്ളൊരു മൈഗ്രേഷൻ്റെ ആ ഒരു കേസ് നമുക്ക് എടുക്കാം. ഇവിടെ നമുക്ക് HQ ഉണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് ബ്രാഞ്ചുകളുണ്ട്. പല പല ബ്രാഞ്ച് ഉണ്ടെന്ന് വെച്ചു. അന്നേരം ഈ ഒരു HQവിൽ നിന്നാണ് ജനറലി നമ്മൾ ഇൻ്റർനെറ്റ് ആക്സസ് കൊടുക്കാറുള്ളത്. അപ്പോൾ എല്ലാ ബ്രാഞ്ചുകാരും ഈ HQവിൽ കണക്ട് ചെയ്യുന്നു. HQവിൽ നിന്ന് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ക്ലൗഡ് വന്നു കഴിഞ്ഞപ്പോൾ ക്ലൗഡിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഈ ഇൻ്റർനെറ്റ് വഴിയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ആ ഒരു ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറിലോട്ട് ഉള്ള ആപ്ലിക്കേഷൻ ആയിരിക്കും ഇവിടെ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. അതിപ്പോൾ അഷ്യൂറോ അല്ലെങ്കിൽ AWSോ അല്ലെങ്കിൽ ഗൂഗിൾ ക്ലൗഡോ അങ്ങനെ ഏതെങ്കിലും ക്ലൗഡ് ഇതിനകത്തായിരിക്കും നമ്മൾ ഈ ആപ്ലിക്കേഷൻസ് ഹോസ്റ്റ് ചെയ്തേക്കുന്നത്. ഇതും അല്ലാന്നുണ്ടെങ്കിൽ SaaS ആപ്ലിക്കേഷൻസ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ SaaS ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലൗഡ് സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ഒരു കമ്പനി അവരുടെ ആപ്ലിക്കേഷൻസ് എല്ലാം അവർ ക്ലൗഡിൽ ഹോസ്റ്റ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു. അതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ ഓഫീസ് 365. മൈക്രോസോഫ്റ്റിൻ്റെ ക്ലൗഡിൽ അതിട്ടിട്ട് നമ്മളെല്ലാം ക്ലൗഡ് വഴിയാണ് ഇപ്പം മൈക്രോസോഫ്റ്റ് 365 ആപ്ലിക്കേഷൻസ് ആക്സസ് ചെയ്യുന്നത്. ചേഞ്ച് സെർവർ, ഷെയർ പോയിന്റ്, ടീംസ് ഇതെല്ലാം ക്ലൗഡായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നേരത്തേക്ക് ഇത് നമ്മൾ HQവിൽ ഇടുന്ന ഓരോ സെർവറുകളായിരുന്നു. അപ്പം അങ്ങനെയാണ് മാറ്റം വന്നത്. പഴയ ഒരു നെറ്റ്വർക്കിൽ നിന്ന് പുതിയൊരു കൈൻഡ് ഓഫ് നെക്സ്റ്റ് ജനറേഷൻ നെറ്റ്വർക്കിലോട്ടൊരു മാറ്റം വന്നേക്കുന്നത്. അങ്ങനെ വരുമ്പോഴും ഈ പറഞ്ഞ ഈ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള കണക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ HQവിലെ ഇൻ്റർനെറ്റ് വഴിയാണ് ഇത് ആക്സസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ ഞാൻ പറയാം. ഇവിടെ നമുക്കൊരു ഗൂഗിൾ ഡ്രൈവ് ഉണ്ടെന്ന് വെച്ചു. ഈ ഒരു ഗൂഗിൾ ഡ്രൈവിൻ്റെ അകത്ത് നമ്മൾ കുറേ ഫയൽസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രാഞ്ച് 1ലുള്ള ഒരു യൂസർ ഈ ഒരു ഗൂഗിൾ ഡ്രൈവിൽ നിന്നൊരു ഫയൽ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ യൂസർ നേരെ ഇതുവഴി ഈ ഒരു അതായത് നമ്മുടെ ഇതുവഴി വന്നിട്ട് HQവിൽ വന്നിട്ട് ഇൻ്റർനെറ്റ് വഴി പോയി ഈ ഒരു ഗൂഗിൾ ഡ്രൈവിൽ ചെല്ലണം. എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്യണം. അത് ഡൗൺലോഡ് ആകുമ്പോഴും വീണ്ടും ഈ തിരിച്ചു വരുന്ന ഇതേ പാത്തിൽ കൂടെ ഇത് HQ കൂടെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ ഡൗൺലോഡ് ആവണം. സോ ഈ ഒരു പാത്ത് നോക്കിയേ ഇതെപ്പോഴും HQ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പം ഇതിന് പകരം നമുക്ക് ഈ ഒരു യൂസറിന് ഡയറക്റ്റ്ലി ബ്രാഞ്ചിലെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഗൂഗിൾ ഡ്രൈവിലോട്ട് പോയിട്ട് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു ബാൻഡ് വിഡ്ത്തിൻ്റെ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതുപോലെ ഈ പറയുന്ന MPLSോ അല്ലെങ്കിൽ മറ്റുള്ള ടെക്നോളജിയൊക്കെ ആണെങ്കിലും ഈ നേരത്തെ പറഞ്ഞ ആ ഒരു കേസ് ആണെങ്കിൽ എല്ലാ HQവിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നല്ല ബാൻഡ് വിഡ്ത്ത് വേണം. ഇതും ഈ ഒരു ബ്രാഞ്ചും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ.
സോ അങ്ങനെ വരുമ്പോഴും ഈ ഡൗൺലോഡിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ബാൻഡ് വിഡ്ത്തിനെ അത് ഇമ്പാക്റ്റ് ആവും. പക്ഷേ ഇങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ വലിയ പ്രശ്നമില്ല, അല്ലേ? വർക്കാവും. അപ്പോൾ ഇങ്ങനെയൊരു പോസിബിലിറ്റി കൊണ്ടുവരികയാണ്. അപ്പോൾ ചുമ്മാതെ നമുക്ക് ഒരു യൂസറിന് ഡയറക്റ്റ്ലി ബ്രാഞ്ചിലെ ഓഫീസിലെ ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ട് ഇങ്ങനൊരു ഫയൽ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് എൻവയോൺമെന്റിൽ അതത്ര സെക്യൂർ ആയിട്ടൊരു കാര്യമല്ല. ഇതിനെങ്ങനെ സെക്യൂർ ആക്കാം, ഇതിനെങ്ങനെ ഓർഗനൈസ്ഡ് ആക്കാം എന്നുള്ള ആ ഒരു ഏരിയയിലാണ് SD-WAN വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് SD-WANലോട്ട് ഇനി നമുക്ക് കടക്കാം. ഒരു SD-WAN സെറ്റപ്പ് എങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. ആ ഒരു ഹെഡ് ക്വാർട്ടേഴ്സിൽ ഒരു SD-WANന്റെ നമ്മളൊരു കൺട്രോളർ ഇവിടെ സെറ്റപ്പ് ചെയ്യുന്നു. ഇവിടെയാണ് കൺട്രോളർ ഇരിക്കുന്നത്. ഈ കൺട്രോളറുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ബ്രാഞ്ചുകളിൽ നമ്മൾ ഇപ്പം ഈ ഓരോ ബ്രാഞ്ച് ഡിവൈസുകൾ നമ്മൾ ഇടുന്നുണ്ട്. ഇപ്പം ഞാൻ 2 ബ്രാഞ്ചാണ് ഇടുന്നത്. അപ്പോൾ ഈ 2 ബ്രാഞ്ച് ഓഫീസിലും നമുക്ക് ഇവിടെ ഒരു ബ്രാഞ്ച് SD-WAN ഡിവൈസ് ഉണ്ട്. ഈ ഒരു ബ്രാഞ്ചിലിടുന്ന SD-WAN ഡിവൈസിന് പല പല പേരുകൾ പറയാറുണ്ട്. ഓരോ കമ്പനിയുടെ ഡിവൈസ് അനുസരിച്ച്. അപ്പം എന്താണെങ്കിലും ഇത് ഒരു ബ്രാഞ്ച് ഡിവൈസ് ആണെന്ന് കൺസിഡർ ചെയ്യുക. ഇവിടെ ഓൾറെഡി ഒരു കണക്ഷൻ ഉണ്ട്. ഈ പറഞ്ഞ പോലെ MPLSോ അല്ലെങ്കിൽ VPNോ ഒക്കെ ഉപയോഗിച്ചിട്ട് HQവിലോട്ട് ആക്സസ് ചെയ്യാൻ. ഇപ്പോൾ ഈ HQവിലാണ് നമ്മുടെ ബാക്കി എല്ലാം SaaSൽ പോയി. ആക്റ്റീവ് ഡയറക്ടറി മാത്രം നമ്മുടെ HQവിൽ ഉണ്ടെന്ന് വെക്കുക. ഇതിൻ്റെ ഡൊമൈൻ കൺട്രോളർ ഇവിടെയാണ് ഉള്ളതെന്ന് വെക്കുക. അപ്പം ഇവിടെയുള്ള ഈ അഷ്യൂർ AD ഉപയോഗിക്കുന്നില്ല എന്നും കൂടെ വെക്കുക. അപ്പം ഈ ADയുമായിട്ടുള്ള സിങ്ക്രണൈസേഷൻ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇവിടെയാണ്. അന്നേരം ഈ ഒരു ലൈൻ അല്ലെങ്കിൽ ഈ ഒരു ലിങ്ക് ആവശ്യമുണ്ടെന്ന് വെക്കുക. അപ്പം അങ്ങനെ ബാക്കിയുള്ള എല്ലാം നമ്മൾ ക്ലൗഡിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്ന് വെച്ചാൽ സെക്യൂർ ആയിട്ട് ഇവർക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റണം. ഈ ഒരു രീതിയിൽ ഇത് വർക്കാവുകയും ചെയ്യാൻ പറ്റണം. അപ്പം ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു സെറ്റപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു SD-WANന്റെ കൺട്രോളർ ഉണ്ടല്ലോ, ഈ കൺട്രോളറിലാണ് നമ്മൾ ഇവിടെയുള്ള ഡിവൈസുകളൊക്കെ നമ്മൾ കോൺഫിഗർ ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ കംപ്ലീറ്റ് കൺട്രോളും നമ്മൾ ഈ ഒരു കൺട്രോളറിലായിരിക്കും എപ്പോഴും വരിക. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അന്നേരം നമ്മൾ ഈ ഫിസിക്കലി പോയിട്ട് ഈ ഡിവൈസുകളൊന്നും കോൺഫിഗർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഈ ഒരു SD-WAN കൺട്രോളറിൽ തന്നെ നമുക്ക് പോളിസികൾ ഇടാൻ പറ്റും. അതുപോലെ തന്നെ സീറോ ടച്ച് പോളിസി എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട. നമുക്ക് ഈ ഒരു പുതിയ ഡിവൈസ് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിവൈസിന് വേണ്ട കോൺഫിഗറേഷൻ നമ്മൾ ഇവിടെ വെച്ച് ഈ ഒരു SD-WAN കൺട്രോളറിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിവൈസ് പ്രത്യേകിച്ച് കോൺഫിഗർ ചെയ്യുക പോലും വേണ്ട. ഡയറക്റ്റ്ലി ഇത് വർക്കാവും. സോ അതാണ് ഈ സീറോ ടച്ച് പോളിസി. അങ്ങനെ പല കമ്പനിക്കാരും അത് കൊടുക്കുന്നുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഇവിടെ ഉള്ളൊരു ആപ്പാണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടതെന്ന് വെക്കുക. ആപ്പ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഇത് ആക്സസ് ചെയ്യേണ്ടതെന്ന് വെക്കുക. അപ്പോൾ ഇൻ്റർനെറ്റ് ഈ HQക്കൂടെ പോകുന്നതും വീണ്ടും ഒരു പ്രശ്നമാണല്ലോ. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം വരുന്നത്. അപ്പോൾ ഇപ്പോൾ ആപ്പ് ഉണ്ട്, ഇൻ്റർനെറ്റ് ഉണ്ട്. അന്നേരം പിന്നെ ഈ ആക്റ്റീവ് ഡയറക്ടറി ആക്സസ് ചെയ്യണം. ഇവിടുന്ന് ഈ ബ്രാഞ്ചിലുള്ള ആക്റ്റീവ് ഡയറക്ടറിക്ക് ഈ ആക്റ്റീവ് ഡയറക്ടറിയുമായിട്ടുള്ളൊരു കണക്ഷനും വേണം. ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ ഒരു ഡിസിഷൻ എടുക്കണം. അതായത് ഒരു ട്രാഫിക് വന്നു കഴിഞ്ഞാൽ അത് പോകുന്നത് ആപ്പിലോട്ടാണോ ഇൻ്റർനെറ്റിലോട്ടാണോ അതോ ഈ ഒരു ആക്റ്റീവ് ഡയറക്ടറിയുടെ ട്രാഫിക് ആണോ എന്നുള്ളത്. അപ്പം നമ്മൾ ഈ SD-WAN ഈ ഡിവൈസുകളിലൊക്കെ നമ്മൾ പോളിസികൾ പുഷ് ചെയ്യും. പോളിസികൾ പുഷ് ചെയ്തിട്ട് ആ പോളിസികളാണ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് ട്രാഫിക്കിനെ ഇതുവഴി വിടണമെന്നുള്ളത്. അപ്പം ഈ ഒരു SD-WAN ഡിവൈസിൻ്റെ അകത്തെ പോളിസികളാണ് ഫൈനലി ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പം ആക്റ്റീവ് ഡയറക്ടറി ആണെന്നുണ്ടെങ്കിൽ അത് ഈ ലിങ്കിൽ കൂടെ കയറി ഇങ്ങനെ പോകണം. ഇൻ്റർനെറ്റിലോട്ടാണെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ്ലി നമ്മുടെ ഇവിടെ ഉള്ള ഇൻ്റർനെറ്റ് ലിങ്ക് ഉണ്ടാവും. സോ ആ ഇൻ്റർനെറ്റ് ലിങ്കിൽ കൂടെ ആപ്പിലോട്ട് പോകണം. സോ അങ്ങനെ അപ്പം SD-WAN ചെയ്യുന്ന മെയിൻ പരിപാടി ഇങ്ങനെയാണ്. ഈ രീതിയിൽ ബ്രാഞ്ച് ഓഫീസിൻ്റെ ഇൻ്റർനെറ്റുകൾ യൂസ് ചെയ്തിട്ട് ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ ആപ്പോ അങ്ങനെയുള്ള പോളിസികൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് HQ ഡിപ്പെൻഡൻസി കുറച്ചിട്ട് ഡയറക്റ്റ്ലി യൂട്ടിലൈസ് ചെയ്യുന്നു. അന്നേരം എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ഈ ബ്രാഞ്ചും അതുപോലെ തന്നെ HQവും തമ്മിൽ ഒരു ഹൈ ബാൻഡ് വിഡ്ത്ത് ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ ഒന്നും വലിയ ആവശ്യം വരുന്നില്ല. ഇവിടെ ബ്രാഞ്ചിൽ യൂസേഴ്സ് കൂടിയാൽ പോലും നമുക്ക് ഈ കണക്ഷൻ വീണ്ടും അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. കാരണം ഈ ഒരു ആക്റ്റീവ് ഡയറക്ടറിക്ക് മാത്രമേ ഉള്ളൂ ഇത് കണക്ടിവിറ്റി വേണ്ടത്. അപ്പം ഇവിടെ വരുന്നൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ യൂട്ടിലൈസേഷൻ കുറയും. നമ്മളിവിടെ ഒരു SD-WAN ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ലിങ്കിൻ്റെ യൂട്ടിലൈസേഷൻ കുറയും. കാരണം ഈ ട്രാഫിക് പിന്നെ ഇങ്ങോട്ട് വരുന്നില്ല, എല്ലാം നേരെ ഇങ്ങനെയാണ് പോവുക. സോ അതാണ് അതിൻ്റെ അകത്തൊരു ബെനിഫിറ്റ്. പിന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് കൺട്രോളും നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മോണിറ്റർ ചെയ്യാം ആരാണ് ടോപ്പ് യൂസേഴ്സ്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഏതൊക്കെ ട്രാഫിക്കുകൾ എങ്ങോട്ടൊക്കെ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ
മോണിറ്റർ ചെയ്യാനും പറ്റും. അപ്പോൾ SD WAN ജനറലി ഒരു SD WAN ഡിവൈസായിട്ടായിരിക്കുകയില്ല. അത് ജനറലി ഒരു UTM അല്ലെങ്കിൽ ഒരു വാൻ ഒപ്റ്റിമൈസേഷന് അങ്ങനെ കുറേ കാര്യങ്ങളുടെ കൂട്ടത്തിൽ വരുന്നൊരു ഫീച്ചറായിരിക്കും ജനറലി SD WAN ഡിവൈസുകൾ വരുന്നത്. പക്ഷേ അതിനൊരു കൺട്രോളർ, ഒരു ഡാഷ്ബോർഡ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതിനകത്തൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതാണ് ഒരു ബേസിക്കലി SD WANൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇത് കൂടാതെ തന്നെ SD WANൻ്റെ അകത്ത് അഡ്വാൻസ് കോൺഫിഗറേഷൻ ഉണ്ട്. നമുക്ക് മൾട്ടിപ്പിൾ ISPs യൂസ് ചെയ്തിട്ട് നമുക്ക് ലോഡ് ബാലൻസിങ്ങും അതുപോലെ പല രീതിയിലുള്ള ട്രാഫിക് ഡൈവേർഷൻസും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പം അതാണ് ഈ ഒരു SD WANൻ്റെ ഒരു ഓവർവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ.